യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഉണ്ടായിട്ടും ഞാൻ പൂഴ്ത്തി വെച്ചതാണെന്നാ ഇവരിപ്പോഴും പറഞ്ഞു പരത്തുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആരെങ്കിലും എടുത്തോണ്ട് വെക്കാതെ അത് എന്റെ മുറിയിൽ എത്തില്ല. അതേതായാലും ഞാനല്ല. അത്രേ പറഞ്ഞുള്ളൂ. ഈ വീട്ടിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് മനസ്സിലാവും. പക്ഷെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്റെ വീട്ടിൽ എത്തിക്കാൻ കാണിച്ച ബുദ്ധിയുണ്ടല്ലോ, അതൊരു പ്രൊഫഷണൽ കള്ളന് മാത്രം കഴിയുന്ന ഒന്നാണ്. അത്ര പ്രൊഫഷണലായി മോഷ്ടിക്കാൻ കഴിവുള്ളവര് ഈ വീട്ടിലുണ്ടെന്ന് സാരം. ആ അതെ, അതുകൊണ്ടാ കൈയോടെ പിടിക്കപ്പെട്ടത്. ദേ പൂജ, വെറുതെ ചെയ്യാത്ത കാര്യത്തിന് എന്നെ വീണ്ടും വീണ്ടും പഴിയായിരുത്. ഓഹോ, കേൾക്കുമ്പോ വിഷമമുണ്ടല്ലേ? അത് എന്നെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്കും തോന്നാറുണ്ട്. ഞങ്ങൾ എന്തു പറഞ്ഞു പൂജേച്ചി? നിന്റെ അഭിനയൊന്നും വേണ്ട. ഈ വീട്ടിലെ എല്ലാ കുഴപ്പവും ഞാനാണെന്ന മട്ടില് നിങ്ങൾ മൂന്നുപേരും കൂടി ചർച്ച ചെയ്യായിരുന്നല്ലോ. ഞാൻ കേട്ടില്ലെന്നാണോ വിചാരം? ആദ്യം ഇങ്ങനെ ഒളിച്ചു നിന്ന് തുമ്പും വാലും കേൾക്കുന്ന ഏർപ്പാടൊന്നും നിർത്ത്. ഇതൊന്നും മുമ്പിട്ടായിരുന്നില്ലല്ലോ. ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവം മാറിപ്പോവോ? അതെ, മാറിപ്പോയി. അപകടം പറ്റിക്കിടന്ന കാലത്താ എനിക്ക് നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായത്. എന്താ പോരെ? മതി പൂജെ, ഒന്ന് നിർത്തിക്കേ. വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വഴക്കിടല്ലേ. അത് ശരി, ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്കത് വലിയ വിഷമായി. ഇത്രയും നേരം ഇവരോടൊപ്പം കൂടി എന്നെ കുറ്റം പറയുന്നതിൽ ഒരു തടസ്സവും തോന്നിയില്ല അല്ലേ അമ്മേ? എന്റെ ദൈവമേ, ഇത് എന്തൊക്കെ മോളെ ഈ പറയുന്നത്? ഞാൻ നിന്നെ എപ്പോഴാ കുറ്റം പറഞ്ഞേ? അഭിനയം അമ്മ കാണിക്കുമ്പോഴും അഭിനയം തന്നെ അമ്മേ. നേരിൽ എന്നെ കാണുമ്പോ മാത്രം സ്നേഹം കവിഞ്ഞൊഴുകിയ പോരാ. മോളെ ഇങ്ങനൊന്നും പറയല്ലേ, എനിക്കിത് കേൾക്കുമ്പോ വിഷമാവും. നിങ്ങൾ മൂന്നുപേരും കൂടി എനിക്കെതിരെ പരദൂഷണം പറയുന്നത് കേൾക്കേണ്ടി വരുന്നതേ അതിനേക്കാളും വിഷമമുള്ള കാര്യം.